Hi friends, safe drive like എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വാഹന സംബന്ധമായിട്ടുള്ളത് അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ സംബന്ധമായിട്ടുള്ള വർക്ക്ഷോപ്പ് സംബന്ധമായിട്ടുള്ളത് മെക്കാനിക്കൽ സംബന്ധമായിട്ടുള്ള അത്തരം വീഡിയോസുകളൊക്കെ കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഒരുപാട് പേർ എന്നോട് ചോദിച്ച ഒരു ചോദ്യമാണ്. ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം നോക്കാൻ പോകുമ്പോഴത്തേക്കും അത് കാർ ആയിക്കോട്ടെ, വലിയ ലോറി ആയിക്കോട്ടെ, ബസ് ആയിക്കോട്ടെ, ഏത് വാഹനവും നിങ്ങൾ നോക്കാം ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം വാങ്ങാൻ പോകുമ്പോഴത്തേക്കും നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതിനെക്കുറിച്ചാണ്. അപ്പോൾ എപ്പോഴും നമുക്കൊരു മെക്കാനിക്കിനെ കൊണ്ടുപോയിട്ട് നമുക്ക് വാഹനം ചെക്ക് ചെയ്തെടുക്കാൻ സാധിക്കില്ല. ചിലപ്പോഴൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നമുക്കതിന് നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ തന്നെ പോയി നോക്കേണ്ടതായിട്ട് വരും ചില വാഹനങ്ങൾ നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് അതിൽ ജസ്റ്റ് ഒരു നോളജ്, ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം വാങ്ങാൻ പോകുമ്പോഴത്തേക്ക് നമുക്ക് ചെറിയൊരു നോളജ് അറിവുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഉപകാരപ്രദമാകും. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞുതരാം. അത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എഞ്ചിൻ സംബന്ധമായിട്ടുള്ളത്, ഗിയർ ബോക്സ് സംബന്ധമായിട്ടുള്ളത്, ഹൗസിംഗ് സംബന്ധമായിട്ടുള്ളത്, ചേസ് സംബന്ധമായിട്ടുള്ളത്, ഫ്രെയിം സംബന്ധമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ എപ്പിസോഡായിട്ട് തന്നെ നമുക്ക് നോക്കാം. അതിൽ ഒന്നാമതായിട്ട് നമ്മൾ നോക്കേണ്ട മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ചാണ്. അപ്പോൾ അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങളൊരു വാഹനത്തിൻ്റെ ഫ്രണ്ടിലെത്തി, നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് വാഹനം വാങ്ങാൻ പോവുകയാണ്. ആ ഒരു വാഹനത്തിൻ്റെ അടുത്തെത്തി, ഉദാഹരണമായിട്ട് ഒരു കാർ വാങ്ങാൻ പോവുകയാണ്. കാറിൻ്റെ അടുത്തെത്തി നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ലോങ് ക്രാങ്കിങ്ങോ ലോങ് ആയിട്ടാണ് വാഹനം സ്റ്റാർട്ട് ആവുന്നത്, ഇതൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. ലോങ് ക്രാങ്കിങ് ഉണ്ടെങ്കിൽ ഒരുപാട് ബാറ്ററി സംബന്ധമായിട്ടുള്ളതോ സ്റ്റാർട്ടർ സംബന്ധമായിട്ടുള്ള അങ്ങനെയൊക്കെ അല്ലെങ്കിൽ എഞ്ചിൻ സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ പോലും ലോങ് ക്രാങ്കിങ് സംഭവിക്കാം. അതുകൊണ്ടാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കുക, നല്ല രീതിയിൽ തന്നെ സ്റ്റാർട്ട് ആവുന്നുണ്ടോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ വാഹനം ഓടിച്ച് നോക്കുക. മിക്കവാറുമൊക്കെ ആൾക്കാർ വാഹനം എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ബോണറ്റ് പൊക്കിയിട്ട് എഞ്ചിന് എന്തെങ്കിലും സൗണ്ട് ഉണ്ടോ, എന്തെങ്കിലും രീതിയിൽ അബ്നോർമൽ പ്രശ്നമുണ്ടോ എന്നുള്ളതാണ് നോക്കാറാണ് മിക്കവാറും പതിവ്. ആരും ഓടിച്ച് നോക്കില്ല. അഥവാ ഓടിച്ച് നോക്കണമെങ്കിൽ തന്നെയും ചിലപ്പോൾ 1 കിലോമീറ്ററോ 1.5 കിലോമീറ്ററോ ഒക്കെ ആയിരിക്കും ഓടിച്ച് നോക്കിയിട്ട് ഇതൊക്കെ എഞ്ചിന് എന്തെങ്കിലും അബ്നോർമൽ സൗണ്ട് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുക. അങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യരുത്. ജസ്റ്റ് നിങ്ങൾ ഓടിച്ച് നോക്കുക എന്ന് പറയുന്നത് ഏകദേശം ഒരു 7-8 കിലോമീറ്റർ തന്നെ നിങ്ങൾ ഓടിച്ച് നോക്കുക. അങ്ങനെ 8 കിലോമീറ്റർ തന്നെ ഓടിച്ച് നോക്കാൻ പറയുന്നതിൻ്റെ പ്രധാന കാരണം നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ്റെ ഒരു വർക്കിംഗ് ടെമ്പറേച്ചർ എത്തിയാൽ മാത്രമേ ആ ഒരു വാഹനത്തിന് എഞ്ചിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അല്ലാതെ 1 കിലോമീറ്റർ 2 കിലോമീറ്റർ ഓടിച്ച് നോക്കി വണ്ടി അതിൻ്റേതായ ടെമ്പറേച്ചറിലേക്ക് എഞ്ചിൻ അതിൻ്റേതായ ടെമ്പറേച്ചറിലേക്ക് എത്താതെ നമുക്കൊരിക്കലും ഒരു വാഹനത്തിൻ്റെ എഞ്ചിന് പ്രോബ്ലംസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് 100% കണ്ടുപിടിക്കാൻ സാധിക്കില്ല. എന്നാൽ ഒരു 99% നമ്മളൊരു വാഹനത്തിൻ്റെ വർക്കിംഗ് ടെമ്പറേച്ചറിൽ എത്തിയാൽ മാത്രം, ഏകദേശം ഒരു 85 ഡിഗ്രി മുതൽ 95 ഡിഗ്രിക്കകത്ത് വരെ എത്തിയാൽ മാത്രമേ ഒരു വാഹനത്തെ വർക്കിംഗ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഏകദേശം 85 ഡിഗ്രി മുതൽ 95 ഡിഗ്രി വരെയാണ്. അത് ചില വാഹനങ്ങളുടെ അനുസരിച്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഇതിനിടയ്ക്കാണ് മിക്കവാറും എല്ലാ വാഹനങ്ങളും വർക്കിംഗ് ടെമ്പറേച്ചർ, എഞ്ചിൻ്റെ നല്ല പ്രോപ്പർ വർക്കിംഗ് ടെമ്പറേച്ചർ. അപ്പോൾ ഈ ഒരു ടെമ്പറേച്ചർ എത്തിയാൽ മാത്രമേ എന്തെങ്കിലും പ്രോബ്ലംസുകൾ എഞ്ചിൻ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങളൊരു 8 കിലോമീറ്റർ ഓടിച്ചു 8 കിലോമീറ്റർ ഓടിച്ച് നോക്കുമ്പോൾ തന്നെ നല്ല തെർമോസ്റ്റാറ്റൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന, നല്ല ഫാനൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു വാഹനമാണെങ്കിൽ വർക്കിംഗ് ടെമ്പറേച്ചർ ഒരു 7-8 കിലോമീറ്റർ ഓടുമ്പോൾ തന്നെ അതിന് കിട്ടും എന്നുള്ളതാണ്, ടെമ്പറേച്ചറിലേക്ക് എത്തും എന്നുള്ളതാണ്. അത് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക. 8-9 കിലോമീറ്റർ ഓടിക്കുമ്പോൾ തന്നെ അതിൻ്റെ വർക്കിംഗ് ടെമ്പറേച്ചർ മെയിനായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെ വർക്കിംഗ് ടെമ്പറേച്ചർ എത്തിയതിന് ശേഷം വണ്ടി ഐഡിയയിൽ നിർത്തുക. നിങ്ങൾ ബോണറ്റ് പൊക്കി നോക്കുക. എന്തെങ്കിലും അബ്നോർമൽ സൗണ്ട് ഉണ്ടോ എന്നുള്ളത് ജസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്യുക. അപ്പോൾ ഒരു വർക്കിംഗ് ടെമ്പറേച്ചറിൽ എത്തിയാൽ നല്ല രീതിയിൽ തന്നെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും അബ്നോർമൽ സൗണ്ട്, എന്തെങ്കിലും ടിക് സൗണ്ടുകൾ, അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് വാൽവ് സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫിക്കേഷൻ ചെയ്യാൻ സാധിക്കും. അതായത് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാൾ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഓടിക്കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും അബ്നോർമലായിട്ട് കൂടുതലായിട്ട് തോന്നുന്നുണ്ടോ എന്നുള്ളത് ജസ്റ്റ് നിങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. പിന്നെ അടുത്തായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് അതിൻ്റെ ഓയിൽ ക്യാപ്പും തുറക്കുക. നമ്മൾ വാഹനത്തിൻ്റെ ഓയിൽ ക്യാപ്പ് സ്റ്റാർട്ടിങ് വണ്ടി ഐഡിയയിൽ സ്ലോ സ്പീഡ് നിർത്തിക്കൊണ്ട് തന്നെ അതിൻ്റെ ഓയിൽ ക്യാപ്പ് തുറക്കുക, എഞ്ചിൻ്റെ ഓയിൽ ക്യാപ്പ് തുറക്കുക. ഓയിൽ ക്യാപ്പ് തുറക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അതിൻ്റെ അകത്തുള്ള ഓയിൽ പുറത്ത് ചാടുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് കൈവച്ച് നോക്കിക്കഴിഞ്ഞാൽ കയ്യിൽ ഓയിൽ വരുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അങ്ങനെ ഓയിൽ വരികയാണെങ്കിൽ നല്ല ഓയിൽ സർക്കുലേഷൻ ഉള്ള ഒരു വണ്ടിയാണ്, നല്ല രീതിയിൽ ഓയിലൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നതും ഓയിൽ പമ്പൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു വാഹനമാണെന്നുള്ളത്, എഞ്ചിനാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഓയിൽ നമ്മളെ കയ്യിൽ കിട്ടണം എങ്കിൽ നല്ലൊരു ഓയിൽ സർക്കുലേഷൻ ഉള്ള ഒരു വണ്ടിയാണ് നമുക്ക് തീരുമാനിക്കാം. രണ്ടാമത് പിന്നെ നിങ്ങൾ ആ ഓയിൽ ക്യാപ്പ് തിരിച്ച് അടയ്ക്കുക. അതിനുശേഷം ഓയിൽ സ്റ്റിക്ക്, നമ്മൾ ഓയിൽ ലെവൽ കറക്റ്റ് ചെക്ക് ചെയ്യുന്ന ആ ഒരു ഓയിൽ സ്റ്റിക്ക് ഇളക്കുക. ഓയിൽ സ്റ്റിക്ക് ഇളക്കുമ്പോഴത്തേക്കും മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം, മെയിനായിട്ട് ഏതൊരു സെക്കൻഡ് ഹാൻഡ് വാഹനം നോക്കാൻ പോയാലും നിങ്ങൾ ഓയിൽ സ്റ്റിക്ക് ഇളക്കി നോക്കിയതിന് ശേഷം ഇത്ര വാഹനം വർക്കിംഗ് ടെമ്പറേച്ചർ, അതായത് പ്രോപ്പറായിട്ടുള്ള വർക്കിംഗ് ടെമ്പറേച്ചർ എത്തിയതിനു ശേഷം ഓയിൽ സ്റ്റിക്ക് ഇളക്കി നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് പുക വരുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. കാരണം പുക വരികയാണെങ്കിൽ മിക്കവാറും ആ വാഹനത്തിൻ്റെ പിസ്റ്റൺ കംപ്രഷനൊക്കെ അല്ലെങ്കിൽ പിസ്റ്റൺ റിങ്സിനൊക്കെ ഡാമേജ് വരുമ്പോൾ എഞ്ചിൻ സംബന്ധമായിട്ടുള്ള മേജർ കംപ്ലയിൻറ്റ് വരുമ്പോഴാണ് മിക്കവാറും ഓയിൽ സ്റ്റിക്ക് ഇളക്കി നോക്കുമ്പോൾ അതുവഴി പുക വരുന്നത്. പുക വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത്തരം വാഹനങ്ങൾ വാങ്ങാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം പിസ്റ്റൺ സംബന്ധിച്ച് ഏതെങ്കിലുമൊക്കെ മേജർ പ്രോബ്ലംസ് വരുമ്പോഴാണ് മിക്കവാറും ഒക്കെ വാഹനങ്ങൾക്ക് ഈ ഒരു ഓയിൽ സ്റ്റിക്ക് ഇളക്കുമ്പോൾ അതുവഴി പുക വരുന്നത്.
മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. വർക്കിംഗ് ടെമ്പറേച്ചറിൽ എത്തിയാൽ മാത്രമേ ഇതിന് വഴി പുകയും വരികയുള്ളൂ. നമ്മളൊരു നോർമൽ രാവിലെ വന്നിട്ട് വണ്ടി പെട്ടെന്ന് നമ്മൾ വണ്ടി ഓടിച്ച് നോക്കാതെ ജസ്റ്റ് ഒന്ന് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇളക്കിയെന്നും പറഞ്ഞുകൊണ്ട് പുക വരണമെന്നില്ല. നിങ്ങളൊരു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വർക്കിംഗ് ടെമ്പറേച്ചർ ഒരു 8-9 കിലോമീറ്റർ ഓടിച്ച് നോക്കിയതിന് ശേഷം സ്റ്റിക്ക് ഇളക്കി നോക്കുമ്പോഴത്തേക്കും അതിൽ പുക വരികയാണെങ്കിൽ അത്തരം വാഹനങ്ങൾ എടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അത് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഒരു എഞ്ചിനെ സംബന്ധിച്ച് നിങ്ങൾ നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് ഗിയർ ബോക്സ് സംബന്ധമായിട്ടുള്ള ചേസ് സംബന്ധമായിട്ടുള്ളത് അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും താഴെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.